ആകാശവാണി. നമസ്കാരം. ഈ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛതാ ക്യാമ്പയിനെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭരണം കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ജനകേന്ദ്രീകൃത വികസനവും ലക്ഷ്യമിട്ടാണ് വർഷങ്ങളായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ സ്വച്ഛത, റെക്കോർഡ് മാനേജ്മെന്റ്, ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രത്യേക ക്യാമ്പയിൻ 5.0 തയ്യാറെടുക്കുകയാണ് യുവജനകാര്യ വകുപ്പ്. ക്യാമ്പയിൻ 4.0 വഴിയുണ്ടായ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ 2022 ഇ വേസ്റ്റ് മാനേജ്മെന്റ് നിയമങ്ങൾക്കനുസൃതമായാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ ഉത്തരവാദിത്ത നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സുസ്ഥിര രീതികൾ, ശുചിത്വം, റെക്കോർഡ് മാനേജ്മെന്റ് എന്നിവയിൽ ഊന്നൽ നൽകുന്ന നടപടികൾക്ക് യുവജനകാര്യവകുപ്പ് തുടക്കമിട്ട് കഴിഞ്ഞു. 3 പ്രധാന മേഖലകളിലാണ് ക്യാമ്പയിൻ ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓഫീസുകളിലും പരിസരങ്ങളിലും ശുചിത്വം ഉറപ്പാക്കുക, ശാസ്ത്രീയമായ റെക്കോർഡ് മാനേജ്മെന്റ്, ഈ മാലിന്യങ്ങളുടെ ഉത്തരവാദിത്തപരമായ സംസ്കരണം ഉൾപ്പെടെയുള്ള സുസ്ഥിര രീതികൾ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സ്വച്ഛ് ഭാരത് ദർശനം മുതൽ ഇന്നത്തെ സ്വച്ഛ് ഭാരത് മിഷൻ വരെ ഇന്ത്യയുടെ ധാർമ്മിക മൂല്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് ശുചിത്വമെന്ന് നമുക്കറിയാം. രാജ്യത്തുടനീളമുള്ള ഓരോ ഓഫീസ് പരിസരവും റെക്കോർഡ് സൂക്ഷിപ്പിനായുള്ള ഓരോ ഇടവും ക്യാമ്പയിനിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വൃത്തിയുള്ള ചുറ്റുപാടുകൾ കാര്യക്ഷമതയും ക്രിയാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഉദ്യമത്തിനായി ക്യാമ്പയിനിന്റെ ഭാഗമാകുന്ന യുവ വോളണ്ടിയർമാരും ജീവനക്കാരും ശുചിത്വം ഒരു ശീലമാക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്നു. ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ക്യാമ്പയിനിന്റെ ലക്ഷ്യമാണെന്ന് ക്യാമ്പയിൻ വെബ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. Look back over the 11-12 years, I think one of the biggest hallmarks which is not often discussed of the Modi regime, and I think the best example is his first Independence Day address, where he spoke about Swachhata. He spoke about having toilets for girls, for girl children, for girl schools. This is actually involving the entire population, and therefore I'm sure the campaign would yield better results than it has done, because now we are wiser, more experienced, we learned from the past. നെഹ്റു യുവകേന്ദ്ര, നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകൾ എന്നിവയ്ക്ക് കീഴിൽ യുവാക്കൾ തങ്ങളുടെ സ്ഥാപനങ്ങൾ മാത്രമല്ല ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളും വൃത്തിയുള്ളതും മനോഹരവുമാക്കി നിലനിർത്താൻ കൈകോർക്കുന്നു. ഈ ശ്രമങ്ങൾ ഉത്തരവാദിത്വവും പൗരാഭിമാനവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാര്യക്ഷമമായ ഭരണനിർവഹണം രേഖകളുടെ പരിപാലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഫയലുകൾ നന്നായി ചിട്ടയോടെ സൂക്ഷിക്കുന്ന, രേഖകൾ ഡിജിറ്റൈസ് ചെയ്തിരിക്കുന്ന, പഴയതും അനാവശ്യവുമായ രേഖകൾ ഉത്തരവാദിത്തത്തോടെ നീക്കം ചെയ്യുന്ന ഒരു ഓഫീസ് സങ്കല്പിക്കുക. അതാണ് ക്യാമ്പയിൻ 5.0 ലക്ഷ്യമിടുന്നത്. ഇലക്ട്രോണിക് റെക്കോർഡ് മാനേജ്മെന്റിലൂടെ പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കുക ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ കൂടുതൽ സുതാര്യവും പൗരസൗഹൃദവും കാര്യക്ഷമവുമാക്കും. ഇന്ന് ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ ഉത്തരവാദിത്ത നിർമ്മാർജ്ജനം വലിയ സമസ്യയായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ ഇന്ത്യയും ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വെല്ലുവിളി നേരിടുന്നു. കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും മുതൽ പഴയ ഫോണുകളും ബാറ്ററികളും വരെ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗുരുതര പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് കാരണമാകുന്നവയാണ്. ഇവ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ നേരിട്ട് വലിച്ചെറിയുന്നത് മണ്ണിനെയും ജലസ്രോതസ്സുകളെയും വായുവിനെയും ഗുരുതരമായി മലിനമാക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ലെഡ്, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ ഘടകങ്ങളുള്ള ഈ വേസ്റ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, നാഡീവ്യൂഹ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. അങ്ങനെയാണ് 2022 ഇ വേസ്റ്റ് മാനേജ്മെന്റ് നിയമങ്ങളുമായി ക്യാമ്പയിനിനെ ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. സുരക്ഷിതമായ പുനരുപയോഗം, പരിസ്ഥിതി സൗഹൃദ നിർമ്മാർജ്ജനം, ഉൽപാദകരുടെയും ഉപയോക്താക്കളുടെയും വിപുലീകൃത ഉത്തരവാദിത്തം എന്നിവയാണ് ഈ നിയമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ തത്വങ്ങൾക്കനുസൃതമായി യുവജനകാര്യവകുപ്പ് ഓരോ ഓഫീസുകളിലെയും ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അംഗീകൃത പുനരുപയോഗ മാർഗങ്ങളുടെ പിന്തുണയോടെ സംസ്കരിക്കുന്നുവെന്ന്
നൽകുമെന്ന് ഉറപ്പാക്കുന്നു. ഇലക്ട്രോണിക് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഉത്തരവാദിത്തത്തോടെയും ദീർഘവീക്ഷണത്തോടെയുമുള്ള ഇടപെടലുകളാണ് കേരളത്തിലും നടക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഈ മാലിന്യ ശേഖരണത്തിന് തുടക്കമായി. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ മാലിന്യ ശേഖരണം നടപ്പാക്കുന്നത്. ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കർമ്മസേന, കുടുംബശ്രീ, സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഇലക്ട്രോണിക് റീറ്റെയിലർമാർ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭകളിലെ ജനകീയ ക്യാമ്പയിൻ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിശ്ചിത തുക നൽകി ഹരിത കർമ്മസേന ഈ മാലിന്യങ്ങൾ ശേഖരിക്കും. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇസ്തിരിപ്പെട്ടി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, റേഡിയോ, പ്രിന്റർ, മൈക്രോവേവ്, ഓവൻ, ലാപ്ടോപ്പ്, ബാറ്ററികൾ, മോട്ടോർ, UPS തുടങ്ങി 44 ഇനങ്ങളിലുള്ള പ്രവർത്തനരഹിതമോ കാലഹരണപ്പെട്ടതോ ആയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് ശേഖരിക്കുക. ഇവയുടെ ശാസ്ത്രീയ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തം ക്ലീൻ കേരള കമ്പനിക്കാണ്. പുനരുപയോഗം സാധ്യമായവയ്ക്ക് ചെറിയ തുക ഹരിത കർമ്മസേനയ്ക്ക് കൈമാറും. ശേഷിക്കുന്ന മാലിന്യങ്ങൾ എറണാകുളം അമ്പലമുകളിലെ കീലിൽ സംസ്കരിക്കും. ഈ മാലിന്യങ്ങൾ അശ്രദ്ധമായി വലിച്ചെറിയുന്നത് ഗുരുതര പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ക്ലീൻ കേരള കമ്പനി മാനേജിംഗ് ഡയറക്ടർ GK സുരേഷ് കുമാർ പറയുന്നു. സംസ്ഥാനത്ത് അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് മൂല്യവത്താക്കി കൈയൊഴിയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ക്ലീൻ കേരള കമ്പനി. അജൈവ പാഴ്വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മാലിന്യം എന്ന പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇലക്ട്രോണിക് മാലിന്യം. ഇലക്ട്രോണിക് മാലിന്യം പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഇ വേസ്റ്റ്, ഇ ഹസാഡസ്. റീസൈക്കിളബിൾ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ അപകടകരമായ ഈ മാലിന്യവും. ഇത് രണ്ടായിട്ടാണ് കാണേണ്ടത്. ഇത് ശേഖരിക്കാൻ ഇന്ന് സംസ്ഥാനത്ത് ഫലപ്രദമായ ഒരു സംവിധാനം ക്ലീൻ കേരള കമ്പനി ഒരുക്കുന്നുണ്ട്. ഇതിന്റെ തുടക്കമെന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ഒരു മാസം കൊണ്ട് ഏകദേശം 100 ടൺ മെറ്റീരിയലാണ് ശേഖരിച്ചെടുത്തത്. ഹരിതകർമ്മസേന മുഖാന്തരം വീട്ടുടമകൾക്ക് വില നൽകിയാണ് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത്. അതിൽ അപകടകരമായ ഈ മാലിന്യം, ട്യൂബ്ലൈറ്റ്, ബൾബ്, കാട്രിഡ്ജ് തുടങ്ങിയുള്ള അപകടകരമായ വസ്തുക്കൾ ശേഖരിച്ച് അത് സംസ്ഥാനത്തിനകത്ത് തന്നെയുള്ള കൊച്ചിയിലെ കീൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സയന്റിഫിക്കായി ഡിസ്പോസ് ചെയ്യുന്നതിന് കൈമാറുന്നു. അതിനാവശ്യമായിട്ടുള്ള ചെലവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കമ്പനിക്ക് നൽകുന്നത്. മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുടെ വില അതിന്റെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് തന്നെ കമ്പനി ഉടമകൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമില്ലാത്ത അനംഗീകൃതമായിട്ടുള്ള ഏജൻസികൾ ശേഖരിക്കുമ്പോൾ ഇതിൽ നിന്നും വിലയുള്ള മെറ്റീരിയൽ എടുക്കുകയും ആവശ്യമില്ലാത്തവ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉപേക്ഷിക്കുന്നവ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. മനുഷ്യനും പ്രകൃതിക്കും വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് കൈയൊഴിയുന്ന ക്ലീൻ കേരള കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും ഭാഗഭാക്കാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം 14 ജില്ലകളിലും ഇത് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഇക്കോ ബാങ്കും കമ്പനി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ. എന്നാൽ ഉപയോഗത്തിനു ശേഷം അവ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബോധവൽക്കരണ പരിപാടികളിലൂടെ ഉത്തരവാദിത്തമുള്ള ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ യുവജനകാര്യ വകുപ്പ് ലക്ഷ്യമിടുന്നു. മാലിന്യ സംസ്കരണം മാത്രം ഉദ്ദേശിച്ചുള്ളവയല്ല ഈ ക്യാമ്പയിനുകൾ, മറിച്ച് കൂടുതൽ ഹരിതാഭവും വൃത്തിയുള്ളതും സുസ്ഥിരവുമായ ഒരു ഭാവി സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് ക്യാമ്പയിൻ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കളാണ് ഈ ക്യാമ്പയിനിന്റെ കാതൽ. നാഷണൽ സർവീസ് സ്കീം, നെഹ്റു യുവകേന്ദ്രകൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് യുവ വോളണ്ടിയർമാർ ക്യാമ്പയിനു വേണ്ടി സജീവ സംഭാവനകൾ നൽകുന്നു. ഗ്രാമങ്ങളിൽ ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുതൽ ഓഫീസുകളിലെ ഡിജിറ്റലൈസേഷൻ പദ്ധതികൾ, ഈ മാലിന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ റാലികൾ വരെ നമ്മുടെ യുവാക്കൾ ഏറ്റെടുത്ത് നടത്തുന്നു. നാളത്തെ നേതാക്കൾ മാത്രമല്ല, ഇന്നത്തെ മാറ്റത്തിന്റെ സ്രഷ്ടാക്കൾ കൂടിയാണ് യുവജനങ്ങളെന്ന് ഇന്നത്തെ തലമുറ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം പുതിയ തലമുറ ഏറ്റെടുക്കണമെന്ന് തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജ് NSS യൂണിറ്റ് വൈസ് വോളണ്ടിയറിംഗ് സെക്രട്ടറി ശ്രീലക്ഷ്മി അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. അതിനുള്ള സാധ്യതകളും അവസരങ്ങളും നമ്മുടെ കയ്യിൽ ഒരുപാടാണ്. ഞാൻ ഒരു വോളണ്ടിയർ എന്നുള്ള നിലയിൽ പറയുകയാണ്, 80% വേസ്റ്റും ഇടുന്നത് നമ്മൾ തന്നെയാണ്. ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണോ കയ്യിലുള്ളത് അത് അവിടെ തന്നെ എറിഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവ രീതിയാണ് മിക്കവരും കണ്ടിട്ടുള്ളത്. ആദ്യം തന്നെ മാറാനുള്ളത് നമ്മളാണ്.
നമ്മൾ മാറിയാലേ ഈ സമൂഹം മാറും. ഉത്തരവാദിത്തം തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. മണ്ണ് എന്താ അനുഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ മണ്ണിലോട്ട് ഇറങ്ങി പണിയെടുത്താലേ അറിയാൻ പറ്റും. വോളണ്ടിയറിംഗ് എന്നുള്ളത് ഒരു വളരെ വലിയൊരു സ്റ്റെപ്പാണ്. കാരണം ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഈ ഭൂമി താങ്ങുന്നുണ്ട് എന്ന്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ക്യാമ്പയിൻ ചെയ്ത് വൃത്തിയാക്കാൻ സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ നടക്കും, നമ്മൾ വിചാരിച്ചാലേ നടക്കൂ. നമ്മൾ നിസാരവൽക്കരിച്ച് കളയുന്നതാണ് ഇവിടുത്തെ വിഷയം. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ശുചിത്വ കേരളം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വോളണ്ടിയർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു മിഷനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെയുള്ള ഈ ഒരു ശുചിത്വ കേരളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശുചിത്വമുള്ള രാഷ്ട്രം ലക്ഷ്യമിടുന്ന ക്യാമ്പയിൻ 5.0 ഒരു സർക്കാർ പരിപാടിയായി കാണാതെ ശുചിത്വം, കാര്യക്ഷമത, സുസ്ഥിരത എന്നിവ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാ പൗരന്മാരും, പ്രത്യേകിച്ച് യുവാക്കൾ, ഒരു പ്രചോദനമായി കരുത്തേണ്ടതാണ്. മികച്ച ജനപങ്കാളിത്തവും പിന്തുണയും ഉണ്ടെങ്കിൽ ഈ ശുചിത്വ യജ്ഞത്തെ ഒരു യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നാട് വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൗത്യത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ശക്തമാക്കാൻ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നതായി വോളണ്ടിയർ പ്രവർത്തനങ്ങളിൽ സജീവമായ ഷാഫി പറയുന്നു. നമ്മുടെ യുവജനത വോളണ്ടിയർലി വേസ്റ്റ് മാനേജ്മെന്റ്, ശുചിത്വം ഇതുമാതിരിയുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ടെന്നുള്ളതിനാണ്. അപ്പോൾ ഗവൺമെന്റും വേസ്റ്റ് മാനേജ്മെന്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. ഈ ഒരു ആശയം മാലിന്യമുക്ത കേരളം പോലുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, സ്വച്ഛ് ഭാരത് മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ യുവജനങ്ങൾ, മറ്റ് മേഖലയിലുള്ളവർ എല്ലാവരും തന്നെ ഒരുമിച്ച് വിചാരിക്കണം. ഇതിനാണ് NGOs ഒരു പ്ലാറ്റ്ഫോം ആയി നിൽക്കേണ്ടത്. കുഞ്ഞു കുട്ടികളിലേക്ക്, സ്കൂൾ സ്റ്റുഡൻസിലേക്ക്, കോളേജ് സ്റ്റുഡൻസിലേക്ക് ഒക്കെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും സെഗ്രിഗേഷനും പ്രോപ്പർ ചാനലുകളും ഒക്കെ ആയി കൊടുക്കാനായിട്ടും NGOs പോലുള്ള വോളണ്ടിയറിങ് കമ്മ്യൂണിറ്റീസ് ഇടപെട്ടാൽ വളരെ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനായിട്ട് ഇൻസെൻറ്റീവ് പ്രോഗ്രാംസും പിന്നെ ലീഡർഷിപ്പും പിന്നെ അതുകൂടാതെ എന്താ പറയുക, നമ്മളിപ്പോൾ ഗ്രേസ് പോയിന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് NSS NCCയിലൊക്കെ വർക്ക് ചെയ്താൽ. അതുപോലെ ഇത്തരം വേസ്റ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ഗ്രേസ് പോയിന്റ് കൊടുക്കുകയോ അതുപോലുള്ള റിവാർഡുകൾ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ യുവജനങ്ങൾ അതുമായിട്ട് പ്രവർത്തിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം വിട്ടുപോയാലും അവരുടെ ജീവിതത്തിൽ നല്ലൊരു സിവിക് സെൻസോട് കൂടി അവർ പെരുമാറാൻ തുടങ്ങും. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കാമെന്നും ഈ മാലിന്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ സംസ്കരിച്ച് പരിസ്ഥിതി സംരക്ഷിക്കാമെന്നും നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. ഇത്തരം വിഷയങ്ങളിൽ യുവജനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഭാവി ശോഭനമായി മാറുകയുള്ളൂ. ഈ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛതാ ക്യാമ്പയിനെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കാർത്തിക വിശംഭരൻ.